ചേവരമ്പലം മലാപ്പറമ്പ് റോഡിനാണ്, സിഗ്നലിനടുത്തുള്ള റോഡിലാണ് വലിയൊരു ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 8:30 കൂടിയായിരുന്നു. അതായത് പ്രധാന ജലവിതരണ പൈപ്പ് പൊട്ടിയതാണ് ഇത്തരത്തിലുള്ളൊരു ഗർത്തം രൂപപ്പെടാൻ കാരണം എന്നാണ് ഇപ്പോൾ പ്രദേശത്തുള്ളവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ JCB ഉൾപ്പെടെയുള്ളവ വന്ന് അതായത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് പൂർണ്ണമായും മാറ്റി എന്താണ് കാരണം, അതായത് വലിയ പ്രഷർ ഉണ്ടായോ, അത്തരം മറ്റു കാര്യങ്ങൾ, ഈ സാങ്കേതികമായ കാര്യങ്ങളെല്ലാം ഇതിന് പരിശോധിച്ചതിന് ശേഷം ഈ പറയുന്നത് പോലെ റോഡിന്റെ മുൻഭാഗത്തുള്ള റോഡിന്റെ ബാക്കി കഷ്ണങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം മാത്രമേ എന്താണ് ഉണ്ടായത് അല്ലെങ്കിൽ ഈ പൈപ്പ് പൊട്ടാനുള്ള കാരണം കണ്ടെത്താൻ സാധിക്കൂ. ഇപ്പോൾ ഈ പ്രദേശത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ സംഭവം കണ്ട നാട്ടുകാർ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. കാരണം ഈ കടകളിലും ഇത്തരത്തിൽ പ്രദേശത്തെ പാർട്ടി ഓഫീസുകളിലെല്ലാം ചളി കയറിയിരുന്നു ഈ വൈദ്യുതി പൈപ്പ് പൊട്ടിയതിനു ശേഷം. ചേട്ടാ, ഏകദേശം എത്ര സമയം ആണ് ഇതുണ്ടാവുന്നത്? ഒരു 8 മണി 8:15 ഇടയിലാണ് സംഭവം ഉണ്ടാവുന്നത്. പെട്ടെന്നൊരു പൈപ്പ് പൊട്ടി, പെട്ടെന്ന് വെള്ളം, പ്രധാനപ്പെട്ട പൈപ്പാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഓവർഫ്ലോ ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ പാർട്ടി ഓഫീസും മറ്റ് സൗകര്യങ്ങളൊക്കെ വെള്ളം കയറി. ഇതാണ് ഇപ്പോഴും ഇവിടുത്തെ അവസ്ഥ. ഇവിടെ മാത്രമല്ല, കുറച്ച് പ്രദേശം അങ്ങോട്ടൊക്കെ തന്നെ ഈ റോഡിൻ്റെ സൈഡും മറ്റ് വശങ്ങളെല്ലാം പൊട്ടി പോയിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷമാണോ ഇത് മാറിയത്? ഓഫ് ചെയ്തതിന് ശേഷമാണ് മാറിയത്. ഉദ്യോഗസ്ഥരെല്ലാം പെട്ടെന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഉദ്യോഗസ്ഥരെല്ലാം പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വാട്ടർ അതോറിറ്റി ആയാലും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പാണെങ്കിലും തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് ഏകോപിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം വേഗമാവുന്നത്. കാരണം കണ്ടെത്താനായിട്ടില്ല. കാരണം അത് അതിൻ്റെ അതോറിറ്റിയാണല്ലോ കണ്ടെത്തേണ്ടത്. അപ്പോൾ പ്രധാനമായും ഇപ്പോൾ ജല അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ളവർ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഇത് പൊളിച്ച് നീക്കിയതിനു ശേഷം എന്താണ് പൈപ്പ് പൊട്ടാനുള്ള കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. അപ്പോൾ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്, പരിശോധന തുടരുകയാണ്. JCB ഉൾപ്പെടെ എത്തി ഇപ്പോൾ ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ തുടരുകയാണ്.